Hi all, welcome back to the video. ഇന്ന് നമ്മൾ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം MISൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സപ്പോർട്ട് ഡാഷ് കറൻസി വാല്യൂ. ഓപ്ഷൻ എ മൾട്ടിപ്പിൾ, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 1. ERP എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. മൾട്ടിപ്പിൾ കറൻസി വാല്യൂ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ്? അതായത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം ആർ ഡിസൈൻ ടു ഇൻറ്റഗ്രേറ്റ് ആൻഡ് മാനേജ് വേരിയസ് ബിസിനസ് പ്രോസസ് അക്രോസ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ആക്ച്വലി ഒരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളെ ഒന്നിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ERP സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഒരു മൾട്ടിപ്പിൾ കൺട്രീസിലാണ് നമ്മുടെ ബിസിനസ് എങ്കിൽ എല്ലാ കൺട്രിയിലെയും നമ്മുടെ കോറായ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ കറൻസി എന്ന് പറയുന്ന മൾട്ടിപ്പിൾ കറൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ERP സിസ്റ്റം എന്ന് പറയുന്നത്. The next question, which among the following is at the heart of any ERP system? ERP സിസ്റ്റത്തിൻ്റെ ഹാർട്ടായിട്ട് അറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ എ സപ്ലയേഴ്സ്, ഓപ്ഷൻ ബി എംപ്ലോയീസ്, ഓപ്ഷൻ സി ഡാറ്റ, ഓപ്ഷൻ ഡി ഡാറ്റാബേസ്. ഡാറ്റാബേസ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഡാറ്റാബേസ് ആണ് ERP സിസ്റ്റത്തിൻ്റെ ഹാർട്ടായിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1, ആൻ ERP സിസ്റ്റം സെൻട്രലൈസസ് ആൻ ഓർഗനൈസേഷൻസ് ഡാറ്റ. ഒരു ERP സിസ്റ്റം ഒരു ഓർഗനൈസേഷൻ്റെ ഡാറ്റയെ സെൻട്രലൈസ് ചെയ്യുന്നു എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് ദ പ്രോസസ്സസ് ERP സിസ്റ്റം എൻഫോഴ്സസ് ആർ ദി പ്രോസസ്സസ് ദ ഓർഗനൈസേഷൻ അഡോപ്റ്റ്. ഒരു ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്ത പ്രോസസ്സാണെന്ത് ആക്ച്വലി അവിടുത്തെ ERP സിസ്റ്റം എൻഫോഴ്സ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ദ ഓപ്ഷൻ സി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷനും റീസണുമാണ്. അസേർഷൻ നോക്കാം. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് SCM സിസ്റ്റം ഒപ്റ്റിമൈസ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം സപ്ലയേഴ്സ് ടു കസ്റ്റമേഴ്സ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സപ്ലൈയുടെ അടുത്ത് നിന്ന് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ഫ്ലോയിനെയാണെന്ത് അല്ലെങ്കിൽ ആ ഫ്ലോ ഒപ്റ്റിമൈസ് ഏറ്റവും സ്പീഡപ്പ് ആക്കി വെക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം SCM സിസ്റ്റം ഹെൽപ്പ് ഓർഗനൈസേഷൻ ടു മാനേജ് ഇൻവെൻട്രി ലെവൽസ്, ഇംപ്രൂവ് കോർഡിനേഷൻ വിത്ത് സപ്ലയേഴ്സ് ആൻഡ് റെഡ്യൂസ് ലീഡ് ടൈംസ്. ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർഗനൈസേഷനെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ്. ഇൻവെൻട്രി ലെവൽ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളതേപോലെ സപ്ലയറുമായിട്ടുള്ള കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതേപോലെ ലീഡ് ടൈം, ആ ലാഗ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈം ലാഗ് ഒക്കെ അങ്ങനെ ലീഡ് ടൈമൊക്കെ കുറയ്ക്കുന്നു. ഇതൊക്കെയാണ് സപ്ലൈ ചെയിൻ മുമ്പേ പറഞ്ഞ അതിനൊരു റീസണായിട്ട് പറയുന്നത്. അപ്പോൾ രണ്ട് അസേർഷനും റീസണും കറക്റ്റ് ആണോ അല്ലെങ്കിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നാണ് നമ്മൾ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. റീസൺ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. കാരണം എന്താണ്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണെന്നാണ് ആദ്യം പറഞ്ഞത്. അത് എന്താണെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ് രണ്ടാമതായിട്ട് റീസണിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ആക്ച്വലി സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എൻകംപാസസ് ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻവോൾവിങ് ഇൻ ഗെറ്റിംഗ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫ്രം ഇറ്റ്സ് ഒറിജിൻ ടു ദി എൻഡ് കസ്റ്റമേഴ്സ്. ആ ഒരു ആക്ച്വൽ പ്രൊഡക്റ്റ് അതിൻ്റെ ഒറിജിനിൽ നിന്ന് എൻഡ് കസ്റ്റമറിലോട്ട് എത്തുന്ന എൻറ്റയർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണെന്ത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടൊരു എക്സ്പ്ലനേഷനും റീസണുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ അപ്രോച്ച് ബോത്ത് ഹിസ്റ്റോറിക്കലി പ്രൊസീഡഡ് ആൻഡ് ഇൻസ്പയർഡ് BPM. താഴെ പറയുന്ന ഏത് അപ്രോച്ചാണ് ഹിസ്റ്റോറിക്കലി ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് ഇൻസ്പയർഡ് ചെയ്യും അതിന് മുന്നേ വന്നത് ആക്ച്വലി ഏതൊരു അപ്രോച്ചാണെന്ന ചോദ്യം. ഏതൊക്കെ അപ്രോച്ചാണ് താഴെ കൊടുത്ത ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്,
ഓപ്ഷൻ ബി ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഓപ്ഷൻ സി എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്, ഓപ്ഷൻ ഡി കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. അതായത് ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊസീഡ്സ് ആയിട്ട് വന്നിരിക്കുന്ന അപ്രോച്ചാണെന്ത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ആക്ച്വലി TQM ഫോക്കസ്ഡ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രോസസ്സസ് ആൻഡ് സിസ്റ്റം which laid the groundwork for the more structured and technologically driven approach of business process management. ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചേർഡ് ഡെഫിനിഷനാണ് ആക്ച്വലി TQM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ ഏരിയയിലും എൻറ്റയർ ഓർഗനൈസേഷൻ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് TQM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which among the following is not a critical enabler for a higher performance business process? Without them, a process will be unable to operate on a sustained basis. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ബിസിനസ് പെർഫോമൻസ് ഹൈ പെർഫോമൻസിനെ ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ അല്ലാത്തത് എന്നാണ് ചോദ്യം. ആക്ച്വലി ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുക എന്നാണ്. അപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് അങ്ങനെ ഒരു ക്രിട്ടിക്കൽ എനേബിളർ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രോസസ് മെട്രിക്സ്, ഓപ്ഷൻ ബി പ്രോസസ് ഇൻഫ്രാസ്ട്രക്ചർ, ഓപ്ഷൻ സി പ്രോസസ് ഓണർ, ഓപ്ഷൻ ഡി പ്രോസസ് അവർ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രോസസ് ഹവറാണ്. ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ അല്ലാത്തതെന്ന് പ്രോസസ് ഹവറാണ്. ബാക്കി ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ എന്താണ് ഒരു സസ്റ്റെയിൻഡ് ബേസിസിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു പ്രോസസ്സിൻ്റെ ഹവർ എത്ര മണിക്കൂർ വേണമെന്ന് അതൊരു ഫാക്ടർ അല്ല, പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ് മെട്രിക്സ് വേണം, പ്രോസസ്സിൻ്റെ ഓണർ മീൻസ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഓണർഷിപ്പിലായിരിക്കണം, പ്രോസസ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കൺസിഡർ ചെയ്യണം, ഇതൊക്കെ നോക്കണം. പക്ഷേ പ്രോസസ് അവറും കൂടി നമ്മളൊരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും മോസ്റ്റ് ആപ്റ്റായ ഒരു ആൻസർ വേണം ചൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ ആയിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ് എബൌട്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദ്യം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് വൺ, സപ്ലൈ ചെയിൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സപ്ലയർ, മാനുഫാക്ചറിങ്, അസംബ്ലി, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക് ഫെസിലിറ്റീസ്. അതായത് സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണെന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്ന് സപ്ലയർ, മാനുഫാക്ചറിങ്, അസംബ്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക് ഇതെല്ലാത്തിനും കൂടി ഒരു നെറ്റ്വർക്കാണ് സപ്ലൈ ചെയിൻ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ കോർഡിനേഷൻ വിത്ത് ഔട്ട്സൈഡ് ബിസിനസ് എൻറ്റിറ്റീസ് ഓർ ഇൻ ദി സ്കോപ്പ് ഓഫ് എക്സ്റ്റെൻഡഡ് എൻ്റർപ്രൈസ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ബിസിനസ് എൻറ്റിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ, അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് എന്നാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതെന്ന് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. തേർഡ് വൺ, ദ കോസ്റ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ എ പബ്ലിക് ബിസിനസ് ടു ബിസിനസ് എക്സ്ചേഞ്ച് SCM ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ ദി ഇംപ്ലിമെൻറ്റിംഗ് അവർ ഓൺ SCM സിസ്റ്റം. ഇവിടെ പറയുന്നത് അതായത് ഇത്ര ഓർത്താൽ മതി, ബിസിനസ് ടു ബിസിനസ് എക്സ്ചേഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. എന്തുമായിട്ട് ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സ്വന്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് കൂടുതലാണ് B2B എക്സ്ചേഞ്ചിലൂടെ നടത്തുന്നതെന്നാണ്. ഇപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? ഒരു ഓപ്ഷനും കൂടെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് സപ്ലയർ, മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ ജനറലി ഇൻവോൾവ് ഇൻ എ സപ്ലൈ ചെയിൻ. അപ്പം 4 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇൻകറക്റ്റായത് ഏതാണ്? റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി, ഓൺലി തേർഡ് വൺ ഏതായിരുന്നു? ദ കോസ്റ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ എ പബ്ലിക് ബിസിനസ് ടു ബിസിനസ് എക്സ്ചേഞ്ചസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ ഇംപ്ലിമെൻറ്റിംഗ് അവർ ഓൺ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് നമ്മൾ സ്വന്തമായി ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് കൂടുതലാണ് ഒരു B2B ബിസിനസ് എക്സ്ചേഞ്ച് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന്. അത് തെറ്റാണ്. കാരണം ആ ഒരു കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ആക്ച്വലി B2B അല്ലെങ്കിൽ പല ബിസിനസ് ടു ബിസിനസ് എക്സ്ചേഞ്ചുകൾ സിസ്റ്റം അങ്ങനത്തെ സിസ്റ്റമൊക്കെ കൊണ്ടുവന്നിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം കോസ്റ്റ്ലി ആണ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്.
ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് സപ്ലൈ ചെയിൻ ഈസ് എ നെറ്റ്വർക്ക് ആണല്ലോ. സപ്ലൈ ചെയിൻ നെറ്റ്വർക്കാണ് എന്തൊക്കെ സപ്ലയറും മാനുഫാക്ചറും അസംബ്ലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരു നെറ്റ്വർക്കാണ്. അത് ട്രൂ ആണ്. രണ്ടാമത് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ കോർഡിനേഷൻ വിത്ത് ഔട്ട്സൈഡ് ബിസിനസ് എൻറ്റിറ്റീസ് ഓർ ഇൻ ദ സ്കോപ്പ് ഓഫ് എക്സ്റ്റെൻഡഡ് എൻ്റർപ്രൈസസ്. നമ്മളെന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡേഴ്സുമായിട്ട് നമുക്ക് നല്ലൊരു കോർഡിനേഷനും കിട്ടുക അല്ലെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതും ട്രൂ ആയ സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സപ്ലയർ മാനുഫാക്ചേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ ജനറലി ഇൻവോൾവ് ഇൻ എ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനിൽ ഇവരൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതും ട്രൂ ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് പ്രോസസ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ഓഫ് ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ? ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ വരുന്ന സ്റ്റേജസ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൻ്റെ കറക്റ്റ് ഓർഡറിൽ ഇപ്പോൾ ഇവിടെ ഷഫിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഓർഡർ അറിഞ്ഞാൽ മാത്രമേ ഈ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോജക്റ്റ് പ്രിപ്പറേഷൻ, ബിസിനസ് ബ്ലൂ പ്രിൻറ്റ്, പ്രോജക്റ്റ് റിയലൈസേഷൻ, ഫൈനൽ പ്രിപ്പറേഷൻ, ഗോ ലിവ് ആൻഡ് സപ്പോർട്ട്. ഇതാണ് ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. പ്രോജക്റ്റ് പ്രിപ്പറേഷൻ, ബിസിനസ് ബ്ലൂ പ്രിൻറ്റ്, പ്രോജക്റ്റ് റിയലൈസേഷൻ, ഫൈനൽ പ്രിപ്പറേഷൻ, ഗോ ലിവ് ആൻഡ് സപ്പോർട്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് അലൗ ഫോർ ദ ക്രിയേഷൻ ഓഫ് എ കൺസോളിഡേറ്റഡ് വ്യൂ ഓഫ് ദി കസ്റ്റമർ ഫ്രം മൾട്ടിപ്പിൾ കസ്റ്റമർ ഡാറ്റ സ്റ്റോഴ്സ്. അത് കസ്റ്റമർ ഡാറ്റ സ്റ്റോറിൽ നിന്ന് മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് ഡാറ്റ സ്റ്റോറിൽ നിന്ന് കസ്റ്റമറെ കുറിച്ചുള്ള ഒരു കൺസോളിഡേറ്റഡ് വ്യൂ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ താഴെ പറയുന്നതിൽ ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കസ്റ്റമർ ഡാറ്റ ഇൻഫോർമേഷൻ, ഓപ്ഷൻ ബി കസ്റ്റമർ ഡാറ്റ ഇൻറ്റഗ്രേഷൻ, ഓപ്ഷൻ സി കസ്റ്റമർ ഡാറ്റ എൻക്വയറി, ഓപ്ഷൻ ഡി കസ്റ്റമർ ഡാറ്റ ഇൻഫിനിറ്റി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കസ്റ്റമർ ഡാറ്റ ഇൻറ്റഗ്രേഷൻ ആണ്. ഈ കസ്റ്റമർ ഡാറ്റ ഇൻറ്റഗ്രേഷനിൽ നിന്നാണ് എന്താ നമുക്ക് ഒരു പെർട്ടിക്കുലർ കസ്റ്റമറെ കുറിച്ചുള്ള ഒരു കൺസോളിഡേറ്റഡ് വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നോക്കാം. കസ്റ്റമർ ഡാറ്റ ഇൻറ്റഗ്രേഷൻ CDI എന്ന് പറയും. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കളക്ടിങ്, ക്ലീൻസിങ് ആൻഡ് കൺസോളിഡേറ്റിംഗ് കസ്റ്റമർ ഇൻഫോർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ് ഇൻ ടു എ സിംഗിൾ യൂണിഫൈഡ് വ്യൂ. പല സോഴ്സുകളിൽ നിന്നും ഒരു പെർട്ടിക്കുലർ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് അതൊരു സിംഗിൾ വ്യൂ ആക്കി മാറ്റുന്ന എൻ്റെ പ്രോസസ്സിന് പറയുന്ന പേരാണ് കസ്റ്റമർ ഡാറ്റ ഇൻറ്റഗ്രേഷൻ. പിന്നെ എന്താണ് കസ്റ്റമർ ഡാറ്റ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? ദാറ്റ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദി കസ്റ്റമേഴ്സ്. കസ്റ്റമർ ഡാറ്റ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ കുറിച്ചുള്ള എൻ്റയർ ഇൻഫോർമേഷനെയാണ് കസ്റ്റമർ ഡാറ്റ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കസ്റ്റമർ ഡാറ്റ എൻക്വയറി. ഇറ്റ് ഈസ് ദ റിട്രീവിങ് ഇത് ഇൻഫോർമേഷൻ അബൌട്ട് കസ്റ്റമേഴ്സ് ഫ്രം ഡാറ്റാബേസ്. ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിൽ നിന്ന് കസ്റ്റമറെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നതിനെയാണ് എന്താ കസ്റ്റമർ ഡാറ്റ എൻക്വയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the following which is not a key aspect of core banking system? കോർ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു കീ ആസ്പെക്റ്റ് അല്ലാത്തത് ഏതാണെന്ന ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ നോക്കാം. ഇൻഫോർമേഷൻ ഫ്ലോ, കസ്റ്റമർ സെൻട്രിക്, റെഗുലേറ്ററി കംപ്ലയൻസ്, റിസോഴ്സ് ഓപ്റ്റിമൈസേഷൻ, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഈ തന്നിരിക്കുന്നതിൽ ഒരു കീ ആസ്പെക്റ്റ് അല്ലാത്തത്, കോർ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ കീ ആസ്പെക്റ്റ് അല്ലാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഓൺലി 5. അതായത് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കോർ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു കീ ആസ്പെക്റ്റ് അല്ല. അപ്പോൾ ഇത്രയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. താങ്ക് യു.